നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയായിരുന്നു പൂക്കി മുഖ്യൻ മലപ്പുറം കത്തി ഒലക്കേട മൂട്? ഇത് ജെൻസി പിള്ളേരെടുത്ത് സതീശനെ കിണറ്റിലിടുന്നു. വാഹന മോഡിഫിക്കേഷനിൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒന്നൊന്നര തള്ളായിപ്പോയല്ലോ സതീശ എന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ പരിഹസിക്കുന്നത്. വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു വൈറൽ ഉത്തരവ് തങ്ങളിറക്കുന്നു എന്ന മട്ടിലാണ് ഇന്ന് സർക്കാർ 18 മോഡിഫിക്കേഷൻ ലിസ്റ്റ് പുറത്തിറക്കിയത്. ആ ലിസ്റ്റ് കണ്ട പാവം ജനങ്ങൾ കണ്ണുതള്ളി. ലിസ്റ്റിലെ മിക്ക ഐറ്റങ്ങളും ഇതിനകം തന്നെ എല്ലാ കാറുടമകളും ചെയ്തിട്ടുണ്ട്. ഇതിലെന്താണ് പുതുമ എന്ന് ജെൻസി ചോദിക്കുന്നു. അഖിൽ മാരാർ പറയുന്നത് ഇത് തെമ്മാടിത്തരമെന്നാണ്. വി.ഡി. സതീശൻ ഇക്കഴിഞ്ഞ ദിവസം വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു യൂട്യൂബ് വ്ളോഗറുടെ ചോദ്യത്തിന് ഒരു പൂക്കിച്ചിരി ചിരിച്ചിരുന്നു. സംഗതി വൈറലായി. സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. ഒരാളെ പെട്ടെന്നെടുത്ത് അങ്ങ് ദന്തഗോപുരത്തിലിരുത്തും. എന്നാൽ പെട്ടെന്ന് താഴെയെടുത്ത് പൊട്ടക്കിണറ്റിലിടാൻ അവർക്കൊരു മടിയുമില്ല. അതാണിപ്പോൾ സതീശൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. വാഹന മോഡിഫിക്കേഷൻ വിഷയത്തിൽ വി.ഡി. സതീശൻ അട്ടപടലം വെട്ടിലായിരിക്കുന്ന കാഴ്ച. മറുവശത്ത് സുപ്രീം കോടതി നേരത്തെ പുറത്തിറക്കിയ ഒരു ഉത്തരവുണ്ട്. അതിനെ മറികടക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കൊന്നും കഴിയില്ല. വാഹനങ്ങളിൽ അനുവദിക്കാൻ കഴിയുന്ന മോഡിഫിക്കേഷനുകളെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നൽകാൻ ഗതാഗത കമ്മീഷണറോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് വിശദമായ റിപ്പോർട്ട് ഗതാഗത കമ്മീഷണർ മുഖ്യമന്ത്രിക്ക് നൽകി. റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം സർക്കാർ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്നാൽ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് സോഷ്യൽ മീഡിയ എടുത്തുകൊടുക്കുന്നത്. അനുമതി കൂടാതെ ചെയ്യാൻ കഴിയുന്ന 18 തരം മോഡിഫിക്കേഷനുകളും പ്രത്യേക അനുമതിയോടെ ചെയ്യാൻ കഴിയുന്ന മറ്റു ചില മോഡിഫിക്കേഷനുകളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന് വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പ് കാലത്തും പിന്നീട് മുഖ്യമന്ത്രി ആയതിനു ശേഷവും തട്ടിവിട്ടിരുന്നു. ഇത് ജെൻസി അങ്ങ് ഏറ്റെടുത്തു. അതിനുശേഷം വി.ഡി. സതീശൻ ജെൻസി പിള്ളേർക്കിടയിൽ വലിയ തരംഗമായി. വാക്കുപാലിക്കുന്നവരാണ് വി.ഡി. സതീശൻ എന്ന തള്ളാണ് കോൺഗ്രസ് നേതാക്കൾ പല സ്ഥലങ്ങളിലും തള്ളിവിട്ടത്. ഇതോടെ വി.ഡി. സതീശൻ എയറിലായി. എന്നാൽ ഇപ്പോൾ അനുവദിക്കുന്ന മോഡിഫിക്കേഷനുകൾ നേരത്തെ തന്നെ നിലവിലുള്ളതാണ് എന്ന് വിമർശനം ശക്തിപ്പെടുന്നു. ബോഡി സ്റ്റിക്കറുകൾ, സീറ്റ് കവറുകൾ, ഡാഷ് കാം, GPS ട്രാക്കർ തുടങ്ങി 18 മോഡിഫിക്കേഷനുകളാണ് അനുമതിയില്ലാതെ ചെയ്യാൻ കഴിയുന്നത്. ഇതൊക്കെ ഇപ്പോൾ തന്നെ ആളുകൾ ചെയ്യുന്നതും. വാഹനത്തിൻ്റെ നിറം മാറ്റം ഉൾപ്പെടെയുള്ള മോഡിഫിക്കേഷനുകൾക്ക് പ്രത്യേക അനുമതി വാങ്ങണം. അതിനുള്ള അനുമതി ഇപ്പോഴും നൽകുന്നുണ്ട്. അനുമതി വേണ്ടാത്ത മോഡിഫിക്കേഷനുകളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ചിരി പറ്റുന്നത്. അധിക സ്പീക്കറുകൾ, ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ബോഡി സ്റ്റിക്കറുകൾ, ക്രോം ഗാർണിഷ്, ഡാഷ് കാം, ഡോർ വൈസറുകൾ, ഫ്ലോർ മാറ്റുകൾ, GPS ട്രാക്കർ, ഇൻറ്റീരിയർ ആംബിയൻറ്റ് ലൈറ്റിംഗ്, മഡ് ഫ്ലാപ്പുകൾ, പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, റൂഫ് കാരിയറുകൾ, സീറ്റ് കവർ, 50% സുതാര്യമായ സൺഫിലിം, സ്റ്റിയറിംഗ് വീൽ കവർ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ടോ ഹുക്കുകൾ. എൻ്റെ പൊന്നു സതീശ, റിവേഴ്സ് ക്യാമറയും റൂഫ് കാരിയറുകളും സീറ്റ് കവറും ടോ ഹുക്കുകളുമൊക്കെ ഇപ്പോൾ മിക്ക വാഹനങ്ങൾക്കുമുണ്ട്. എന്തിനാണ് ഇമാതിരി തള്ളുമായി ഇറങ്ങിയത്? അതുകൊണ്ടല്ലേ ഈ ജെൻസി പിള്ളേരെടുത്ത് കിണറ്റിലിടുന്നത്? ഫീസ് അടച്ച് പ്രത്യേക അനുമതിയോടെ ആകെ ചെയ്യാൻ കഴിയുന്നത് വാഹനങ്ങളുടെ നിറമാറ്റം. അതിപ്പോഴും സാധിക്കും. ഇത് RC ബുക്കിൽ രേഖപ്പെടുത്തണമെന്ന് മാത്രം. LPG CNG കിറ്റ് വയ്ക്കുന്നത്, ഭിന്നശേഷി സൗഹൃദ വാഹനമാക്കുന്നത്, ഇലക്ട്രിക് ആക്കി മാറ്റുന്നത്, ഇഞ്ചൻ മാറ്റുന്നത്, ഷാസി ഫ്രെയിം മാറ്റുന്നത് എന്നിവയൊക്കെ പ്രത്യേക അനുമതിയോടെ ചെയ്യാവുന്ന മോഡിഫിക്കേഷനുകളാണ്. അതിപ്പോഴും ചെയ്യാമല്ലോ. നിയമപരമായ പല മോഡിഫിക്കേഷനുകളും വാഹനങ്ങളിൽ നടത്താം എന്ന് തള്ളിവിട്ട സതീശൻ ഇപ്പോൾ ജെൻസിയെ വെള്ളത്തിലാക്കി. പിള്ളേർ മോഡിഫൈ ചെയ്യട്ടെ എന്നാണ് സതീശൻ അന്ന് തട്ടിവിട്ടത്. സതീശൻ്റെ ചിരി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ പൂക്കി CM എന്ന വിശേഷണമൊക്കെ സതീശൻ ലഭിച്ചിരുന്നു. ഇനിയിപ്പോൾ പൊട്ടക്കിണർ സതീശൻ എന്ന വിശേഷണമാകുമോ നമ്മുടെ ബഹുമാനപ്പെട്ട CMനെ കാത്തിരിക്കുന്നത്? ചുരുക്കത്തിൽ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത വാഹന മോഡിഫിക്കേഷൻ ഇളവുകൾ നടപ്പാക്കാൻ സർക്കാർ പെടാപ്പാടുപെടും. ചെകുത്താനും കടലിലുമിടയിലാണ് ഇപ്പോൾ വി.ഡി. സതീശൻ. മോട്ടോർ വാഹന നിയമത്തിന് വിരുദ്ധമായി രൂപമാറ്റങ്ങളിൽ ഹൈക്കോടതി തികഞ്ഞ ജാഗ്രതയാണ് ഇപ്പോൾ പുലർത്തുന്നത്. അപകടകരമല്ലാത്ത രൂപമാറ്റം അനുവദിക്കുമെന്നാണ് UDF പ്രകടന പത്രികയിലുള്ളത്. എന്നാൽ കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ 52ാം വകുപ്പും 2019 സുപ്രീം കോടതി ഉത്തരവും രൂപമാറ്റം കർശനമായി നിയന്ത്രിക്കുന്നു. അനുവദനീയമായ മോഡിഫിക്കേഷനുകൾ തരംതിരിച്ച് വിജ്ഞാപനമിറക്കുമെന്നാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിൻ്റെ വിശദീകരണം. എന്നാൽ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായാലും പുലിവാല് പിടിക്കുമെന്നുറപ്പ്. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസുകളിൽ 2024-25 പല മാർഗനിർദ്ദേശങ്ങളും നൽകിക്കഴിഞ്ഞു. വാഹനങ്ങളെ വൈറലാക്കാൻ ശ്രമിച്ച വ്ളോഗർമാരടക്കം അന്ന് പണി കിട്ടിയവർ ഏറെ. ഭിന്നശേഷിക്കാരുടെ മുച്ചക്ര വാഹനത്തിനും പ്രത്യേക അനുമതി ആവശ്യമാണ്.
കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകൾ വെച്ച ടൂറിസ്റ്റ് ബസ്സുകളും രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളിൽ റോഡ് ഷോ നടത്തിയവരുമൊക്കെ ഹൈക്കോടതിയുടെ വിമർശനങ്ങളിലും ഉത്തരവുകളിലും ശരിക്കും വേവ് അറിഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ചില നിർദ്ദേശങ്ങൾ ഇങ്ങനെ: വാഹനങ്ങളിൽ വലിയ രൂപമാറ്റം വരുത്തിയാൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും, ഉടമകൾ 5,000 രൂപ പിഴയിടും. രൂപമാറ്റത്തിലൂടെ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന വാഹനങ്ങളുടെ RCയും ഫിറ്റ്നസും സസ്പെൻഡ് ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യണം. വാഹനങ്ങൾ മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ച് തുടർ നടപടികളെടുക്കണം. ശബ്ദവായു മലിനീകരണം നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ ഗതാഗത കമ്മീഷണർ നടപടിയെടുക്കണം. അധികമുള്ള ഓരോ ലൈറ്റിനും 500 രൂപ വീതം പിഴ. ബ്ലോഗർമാർ അപ്ലോഡ് ചെയ്യുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കണം. ഇനി മോഡിഫിക്കേഷൻ ചെയ്ത വാഹനങ്ങൾ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടാലോ ഇൻഷുറൻസ് കമ്പനികൾ ഇക്കാര്യം പറഞ്ഞ് തടി തപ്പുകയും ചെയ്യും. നമ്മുടെ 2020 നേതാവായ അഖിൽ മാരാർ രംഗത്തെത്തി. അടുത്ത ഭാഷയിലാണ് ഇപ്പോഴത്തെ നീക്കങ്ങളെ അഖിൽ മാരാർ വിമർശിക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ വാഹന മോഡിഫിക്കേഷൻ യാഥാർത്ഥ്യമാവുകയാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്നറിയാം. വണ്ടിയുടെ ഉള്ളിൽ പാട്ട് കേൾക്കാൻ സ്പീക്കർ അധികമായി ഉപയോഗിക്കാം, കളർ ലൈറ്റുകൾ ഉപയോഗിക്കാം, സ്റ്റിക്കർ വർക്കുകൾ ഉപയോഗിക്കാം, സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് കവർ, റിവേഴ്സ് ക്യാമറ, മഡ് ഫ്ലാപ്പ്, ഡാഷ് ക്യാമറ, പാർക്കിംഗ് സെൻസർ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ടയർ പ്രഷർ മോണിറ്റർ ഇവയൊക്കെ നമുക്കിനി ചെയ്യാം. 50% കാഴ്ച മറയ്ക്കുന്ന സൺ ഫിലിം ചെയ്യാം. മോശമല്ലാത്ത സ്റ്റിക്കർ വർക്ക് ചെയ്യാം. ക്യാഷ് അടച്ചാൽ വണ്ടിയുടെ കളർ മാറ്റാം. മുൻകൂട്ടി അനുമതിയെടുത്താൽ CNGയിലേക്ക് മാറാം. ഇതൊക്കെയാണ് ഗതാഗത കമ്മീഷണർ നൽകിയ മഹത്തായ മോഡിഫിക്കേഷൻ റിപ്പോർട്ട്. അപ്പോഴെങ്ങനെ തൂക്കി ചുവന്ന കാര്യങ്ങളോടെ നമുക്കങ്ങ് പൊളിക്കുമല്ലേ? സാധാരണ ഒരു കാർ വാങ്ങിയവർ ഇതിൽ 3/4 ഭാഗവും ഇപ്പോൾ തന്നെ ചെയ്തു തീർത്തിട്ടുണ്ട്. പിന്നെ കമ്മീഷണറുടെ നിർദ്ദേശം പൂക്കി മുഖ്യമന്ത്രി ഒരു കള്ളച്ചിരിയോടെ തള്ളിക്കളയുമെന്ന് നമുക്കങ്ങ് കണക്കുകൂട്ടാം. അങ്ങനെ ജൻസിക്ക് വിപ്ലവം നൽകുന്ന ഒരു പുതിയ മുഖ്യമന്ത്രി ഉദയം ചെയ്യട്ടെ. രാംജി റാവു സിനിമയിലെ പാവം വിജയരാഘവനെ ഓർത്തുപോവുകയാണ് നമ്മുടെ VD സതീശൻ്റെ ഓരോരോ അവസ്ഥകളെ. എന്തായാലും നമ്മുടെ വാഹന മോഡിഫിക്കേഷൻ ഫാൻസ് അസോസിയേഷൻ്റെ അടുത്ത നീക്കമെന്ത്, അത് നമുക്ക് കൗതുകത്തോടെ കാത്തിരിക്കാം. സതീശൻ ചെകുത്താനും കടലിനുമിടയിൽ കിടന്ന് പിടയ്ക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.